ഇനി ഓൾ തിങ്സ് ഓട്ടോയിൽ ഹ്യുണ്ടായിയുടെ വെന്യൂവിൻ്റെ പുതിയ പതിപ്പിനെ കുറിച്ച്. 4 മീറ്ററിൻ്റെ താഴെ ഒരു സബ് കോമ്പാക്ട് SUV എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനൊരു റീൽ ഇട്ടുണ്ടായിരുന്നു. സോ ആ വെയിറ്റ് ഇവിടെ തീരുകയാണ്. ഓൾ ന്യൂ 2025 വെന്യൂ ആണ് എൻ്റെ കൂടെ. ഈ വാഹനത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നോക്കാം, ഇൻക്ലൂഡിങ് ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമും അതുപോലെ ഇതിനകത്ത് വന്ന മാറ്റങ്ങളും. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫേസ്, കംപ്ലീറ്റ്ലി ഓൾ ന്യൂ ഫേസ് ആണ് വെന്യൂവിന് ഹ്യുണ്ടായി കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ഇത് പുതിയ അൽക്കസാറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ ക്രെറ്റയുടെ ആ ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ഐസ് വാഹനമാണ്. അതിനനുസരിച്ച് ഗ്രില്ലും ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ്സിന് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ ഹെഡ് ലാമ്പ്സിനകത്ത് യൂസ് ചെയ്തത് കംപ്ലീറ്റ്ലി LED ആണ്. ഒരു 3 സ്ട്രിപ്പ് ഫോമാറ്റാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ആക്ച്വലി നല്ല ഭംഗിയുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ DRLs കാണാൻ സാധിക്കും. അത് ആക്ച്വലി അറ്റം വരെ ഉണ്ട്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗ്രില്ലിൻ്റെ പാറ്റേണൈസേഷൻ്റെ അകത്തും ആ ഒരു സ്പോർട്ടിനെസ് കാണാൻ സാധിക്കും. ഗ്ലോസി ആണ് മെറ്റീരിയൽസ്. എൻ ലൈനിൻ്റെ ബാജിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ബമ്പേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 സംഭവങ്ങളുണ്ട്. ഒന്ന് എഡാസ്, യെസ്, സോ ഗ്ലോസി എഡാസ് ആദ്യമായിട്ടാണ് വെന്യൂവിൻ്റെ അകത്ത് വരുന്നത്. വിത്ത് സെൻസേഴ്സ്, ഇപ്പോൾ 4 സെൻസേഴ്സ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു എൻ ലൈൻ ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തും സ്പോർട്ടി ബിറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു റെഡ് സ്ട്രിപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈ ഭാഗത്തിന് ഭംഗി കൂട്ടുന്നുണ്ട്. സോ ഇത് ടർബോ GDI എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള 172 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണ്. ഇതെല്ലാം തന്നെ പെട്രോൾ വാഹനത്തിൻ്റെ അകത്ത് വരുമ്പോൾ, ലൈക്ക് പെട്രോൾ വെന്യൂവിൻ്റെ അകത്ത് വരുമ്പോൾ അത് ഏകദേശം 114 ഇത് മാത്രമല്ലാതെ ഒരു U2 ഡീസൽ അവൈലബിൾ ആണ് 1.5. അതിനകത്ത് ടോർക്ക് 250 Nm ആണ്. അത് മാത്രമല്ല വന്ന ചെറിയ മാറ്റം എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ബോണറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആക്ച്വലി ആ ഒരു വെയ്റ്റിൽ മാറ്റമുണ്ട്, കുറച്ചും കൂടി ഹെവിയർ ആയിട്ടുണ്ട്. സോ ഒരു 5 സ്റ്റാർ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഈ വണ്ടിയുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വെന്യൂവിനെക്കാട്ടിലും 40 mm ഇത് കൂടുതലാണ്. ഓബിയസ്ലി ക്രെഡിറ്റ് ഗോസ് ടു ദിസ്. അതുമാത്രമല്ല പുതിയ വെന്യൂവിന് നോർമൽ വെന്യൂവിന് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 30 mm വീതി വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ വീതി കൂടുതലുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇനി ഏറ്റവും കൂടുതൽ അറിയേണ്ടത് വീൽ ബേസ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത്. സോ ഇതിന് മുമ്പത്തെ ജനറേഷൻ വെന്യൂ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വെന്യൂവിന് അറൗണ്ട് ഒരു 20 mm വീൽ ബേസ് കൂടുതലുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് അകത്തിരുന്ന് നോക്കാം. ഇനി ടയർ സൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 17 ഇഞ്ചസ് ആണ്. അലോയിൻ്റെ പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി എൻ ലൈൻ ആണ്. സോ എൻ്റെ ബാജിങ് കാണാൻ പറ്റും. ബ്രേക്ക് കാലിപ്പേഴ്സ് എല്ലാം ഇവിടെ റെഡാണ് കൊടുത്തിട്ടുള്ളത്. റിക്വസ്റ്റ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുമാത്രമല്ല ORVM അതിൻ്റെ അകത്ത് നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു ക്യാമറ കൂടി കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽസ് ആണ്. വർക്കബിൾ ആണോ എന്നുള്ള കാര്യം ഒന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. പക്ഷേ ആക്ച്വലി ഫ്ലിംസി അല്ല. സോ ഓബിയസ്ലി വർക്കബിൾ ആയിരിക്കും. വെന്യൂവിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റം ഈ ഒരു ഭാഗത്താണ്. യെസ്, ഈ ഒരു C പില്ലറിൻ്റെ അകത്ത് വന്ന ഈ ഒരു കോട്ട ഗ്ലാസിൻ്റെ ഇൻസേർഷനും ഈ ഒരു സംഭവം. ഇവിടെ ഒരു വെന്യൂവിൻ്റെ ബാജിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹിറ്റ് ഓർ മിസ്സാണ്. ഞാനിത് ഫ്രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, റിയർ ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല സൈഡിൽ നോക്കിയപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് എന്തോ ഒരു സുഖമില്ലാത്ത പോലെ പിക്ചേഴ്സിൽ തോന്നി. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇത് അട്രാക്റ്റീവ് ആണെന്നുള്ള കാര്യം കൂടി പറയാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റന ഉണ്ട്. ഇവിടെ നമുക്ക് എൻ ലൈനിങ്ങിൻ്റെ ആ ഒരു റെഡ് കളർ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ ആസ്പെക്ട്സ് നോക്കുമ്പോൾ നല്ല ചേഞ്ച് ഉണ്ടെങ്കിലും റിയർ ആണ് എൻ്റെ ഫേവറേറ്റ്. എൻ്റെ അത് പ്രത്യേകിച്ച് ഈ ഒരു ശരിക്കും ടെയിൽ ലാമ്പിൻ്റെ ക്ലസ്റ്റർ. ഇവിടെ വെന്യൂ നമുക്ക് തൊടാൻ സാധിക്കില്ല. അത് അകത്താണ് ഈ ഒരു ഗ്ലാസ് പാനലിൻ്റെ കണക്റ്റഡ് ആണ്. ഹ്യുണ്ടായിൻ്റെ ബാജിങ് കാണാൻ പറ്റും, എൻ ലൈനിൻ്റെ ബാജിങ് കാണാൻ പറ്റും, വൈപ്പർ ഉണ്ട്. അതുമാത്രമല്ല ഈ ഒരു സ്പോയിലേഴ്സ് ഭംഗി നൽകുന്നുണ്ട്. ഇനി നമുക്ക് റിയർ ബൂട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ്. ഇവിടെ നമുക്ക് ബോസിൻ്റെ ഒരു സബ് വൂഫർ കാണാൻ സാധിക്കും. സോ ഇതിനകത്ത് ബോസാണ് സൗണ്ട് സിസ്റ്റം വരുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കൂടി ചെക്ക് ചെയ്യാം. സോ ഡയമെൻഷൻസിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ഇൻറ്റീരിയേഴ്സിൽ പ്രതിഫലിക്കുന്നുള്ള കാര്യം ഉറപ്പായിട്ട് നോക്കും. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ 4 മീറ്ററിൻ്റെ താഴെ സബ് കോമ്പാക്ട് SUV സ്റ്റേബിളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻറ്റീരിയേഴ്സ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വെന്യൂവിനെ ഇനി മുതൽ അങ്ങോട്ട് പറയാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഓൾ ന്യൂ ആണ്. അപ്പോൾ ഇത് N ആയതുകൊണ്ട് Nൻ്റെ ആ ഒരു ബാജിങ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി വില കൂടിയ വാഹനങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഓബിയസ്ലി നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം ഏതിലാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നിങ്ങൾ കണ്ടിട്ടുള്ളതെന്നല്ല. എല്ലാ കൺട്രോൾസും ഉണ്ട്. ഇപ്പോൾ വാഹനത്തിൻ്റെ അകത്ത് എഡാസ് വരുന്നുണ്ട്. സോ എഡാസിൻ്റെ കൺട്രോൾസും കൂടി അവർ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ്സ് ഒക്കെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഡ്രൈവ് മോഡും അതുപോലെ ട്രാക്ഷൻ മോഡും നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. വാവ്. ഇനി 12.3 2 കർവ് സ്ക്രീൻ കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്പീക്കർ സെറ്റപ്പ് കാണാൻ സാധിക്കും. വെന്യൂവിൻ്റെ ബാജിങ് ഉണ്ട്. ഏറ്റവും പുതിയ ഡാഷ്ബോർഡാണ്. അത് മാത്രമല്ല ഈ മാത്രം ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് കാണിച്ചു തരാം. ഇത് ആക്ച്വലി AC വെൻറ്റാണ്. ഇത് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. ഇത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പെർഫ്യൂം വെക്കാനുള്ള ഒരു സ്പേസ്
ഇത് ആക്ച്വലി സിംപ്ലി ക്ലെവർ അല്ലേ, നോർമലി ആരും ചെയ്യാത്തതാണ്. സോ ഈ ഒരു പെർഫ്യൂം ഓബിയസ്ലി ഹ്യുണ്ടായി തന്നെ ശരിക്കും സപ്ലൈ ചെയ്യും. ഗ്ലോ ബോക്സിൻ്റെ സ്പേസ് ഓക്കെയാണ്. സോ ഇവിടെ നമുക്ക് വയർലെസ് ചാർജർ അവൈലബിൾ ആണ്. സുഖമായിട്ട് നമുക്ക് നമ്മുടെ ഫോൺ വെക്കാൻ സാധിക്കും. USB-C കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം ചാർജിൻ്റെ പൊസിഷൻസ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ 12 വോൾട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് DCT ഗിയർ ബോക്സ് ആണ്. DCT ഗിയർ ബോക്സ് അല്ലാത്ത നമുക്ക് മാനുവൽ ഉണ്ട്, അതുപോലെ ഓട്ടോമാറ്റിക് ഉണ്ട്, ടോക്ക് കൺവേർട്ടർ. സോ മൾട്ടിപ്പിൾ ഗിയർ ഓപ്ഷൻസിൽ ലഭിക്കും. സീറ്റ് വെന്റിലേഷൻസ് അവൈലബിൾ ആണ്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഉണ്ട്. അതുമാത്രമല്ല അതിൻ്റെ അകത്ത് ഓട്ടോ പാർക്കും ഓട്ടോ ഹോൾഡും കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സിൻ്റെ സ്പേസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു കബി ഹോൾ ഉണ്ട്. ഇനി സീറ്റ്സ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് കംഫർട്ടബിളി ഇരിക്കാൻ പറ്റുന്ന സീറ്റ്സാണ്. ഗുഡ് ജോബ് ഹ്യുണ്ടായി. അതുപോലെ ഭയങ്കര സ്പേഷ്യസ് ആയി തോന്നും. അത് മാത്രമല്ല ഈ ഡോറൊക്കെ ഒന്ന് കാവ് ചെയ്തുകൊണ്ട് നമുക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. സ്പീക്കേഴ്സിന് മാത്രമല്ലാതെ ട്വീറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ നല്ല രീതിക്കുള്ള ഹൈ റെസ്പോൺസ് കിട്ടും. ഹ്യുണ്ടായിൽ കാണുന്ന സ്ഥിരമായിട്ടുള്ള മിററാണ്. സോ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് പറയാല്ല, ഒരു ചെറിയ സൺറൂഫ് ഉണ്ട്. ഒരു പാനറോമിക് സൺറൂഫ് അല്ല എൻ്റെ അകത്ത് വരുന്നത്. ബട്ട് ഞാൻ പറഞ്ഞു ഈ വാഹനത്തിനകത്ത് 20 mm കൂടിയിട്ടുണ്ട് വീൽ ബേസിൽ. സോ എത്രത്തോളം സ്പേസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് റിയറിന് ഞാൻ പെട്ടെന്ന് നോക്കി പറഞ്ഞുതരാം. സോ ഈ ഒരു സീറ്റ് ഞാൻ കംപ്ലീറ്റ്ലി ബാക്കിലാക്കിയിട്ടുണ്ട്. സോ ഇവിടെയാണ് ആ ഒരു 20 mm വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത്. പഴയ വെന്യൂവിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ വേർഷൻ ഓഫ് വെന്യൂവിൻ്റെ അകത്ത് ഇതിനകത്ത് കുറച്ചും കൂടി കംഫർട്ടബിളി ഇരിക്കാം. ഇത് മാക്സിമം ബാക്കിലാണ്. സ്റ്റിൽ എൻ്റെ മുട്ടി ഇതൊന്നും തട്ടുന്നില്ല. അണ്ടർതായ് സപ്പോർട്ട് രസകരമായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റിനെ ഇങ്ങനെ കിടത്തി വെക്കുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ചാരിയിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. സോ ഒബിയസ്ലി പ്രൈവസിക്ക് മുൻഗണന കൊടുത്തിട്ടുണ്ട്. AC വെൻസ് ഉണ്ട്. 2 USB-C കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ്സിനകത്ത് ഐസോഫിക്സ് എനേബിൾഡ് ആണ്. അതായത് നിങ്ങൾ കുറച്ചും കൂടി സേഫർ ആയിരിക്കും. 2 ഹെഡ് റെസ്റ്റ് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ആൾക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല. പക്ഷേ ഇവിടെ നമുക്കൊരു ആം റെസ്റ്റ് ഉണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വയ്ക്കാൻ സാധിക്കും. ഇതിന് മുമ്പത്തെ വെന്യൂ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഏരിയയാണ് ഇൻ ടേംസ് ഓഫ് ലൈക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ കോട്ട ഗ്ലാസ് ഒക്കെ കുറച്ചും കൂടി ആ ഒരു വെളിച്ചം നൽകുന്നത്. ഈവൻ ഇതൊരു എൻലൈൻ വേർഷൻ ആയിട്ടത് ബ്ലാക്ക് ആണ്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ അതർ വേർഷൻസിനകത്ത് നമുക്ക് ഇൻറ്റീരിയേഴ്സ് കുറച്ചും കൂടി പ്രീമിയമും അതുപോലെ തന്നെ ഏരിയ ആയിട്ട് ഫീൽ ചെയ്യും. സോ ഇതായിരുന്നു ഈ വണ്ടിയുടെ ഫസ്റ്റ് പ്രിവ്യൂ. വണ്ടി എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യാതെ മാത്രമല്ല നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഓൾ തിങ്സ് ഓട്ടോ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വണ്ടി ഡ്രൈവ് വരുന്നുണ്ട്. 7-ാം തീയതി നമ്മളിത് ഓടിക്കാൻ പോകണം ഗോവയിൽ. അതിനുശേഷം ഒരു പ്രോപ്പർ റിവ്യൂ, എന്തൊക്കെ മാറ്റം വന്ന് എല്ലാ കാര്യം അവിടെ നോക്കാം.